കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. എന്നിട്ട് നമുക്കത് കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ആയതിനു ശേഷം കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് റൈസിനൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റി ഇതിലേക്ക് 2 പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ കുറച്ച് അധികം ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ റൈസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ നമുക്കിങ്ങനെ മക്കളെ കൊണ്ട് കഴിപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കിസ്മിസും കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും നമുക്കിതിൻ്റെ കൂടെ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സിലേക്കുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചില്ലി ചിക്കനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് സലാഡും കൂടെ കൊടുത്ത് വിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്